പയ്യന്നൂരിലെ നേരത്തെ MLA വി കുഞ്ഞികൃഷ്ണൻ ഒരു കുടുംബത്തെ സന്ദർശിക്കുന്നു എന്ന കാര്യം അറിഞ്ഞ് ആ വാർത്ത എടുക്കാനായാണ് കണ്ടോത്തേക്ക് നമ്മൾ എത്തിയത്. ഏറ്റവും സന്തോഷമുള്ള വാർത്തകൾ എല്ലാവരുമായി പങ്കുവയ്ക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും ഏറ്റവും ദയനീയമായ വിഷമം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് എല്ലാവരുടെ ശ്രദ്ധയിലേക്കും എത്തിക്കാനുള്ളത്. അതിദരിദ്രമുക്ത സംസ്ഥാനമായാണ് നമ്മെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെയാണ് കണ്ടോത്ത് പോലെ ഒരു സ്ഥലത്ത് ടൗണിന് ഏറ്റവും അടുത്ത് ദിനേശ് കഫേക്കൊക്കെ അടുത്ത് ഒരു നടവഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വിഷമമുള്ള ഈ ഒരു കാഴ്ച ഇവിടെ നമുക്കൊരു കുടില് കാണാം. ശരിക്കും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെയാണ് ഒരു കുടുംബം താമസിക്കുന്നത്. വെറും മരക്കാലുകൾ നാട്ടി ഓല കൊണ്ട് വെച്ച് മറച്ച ഇങ്ങനെയുള്ള ഒരു വീട്ടിലൊക്കെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നു. അതും ഇത്രയും ടൗണിന് അടുത്ത് പയ്യന്നൂർ പോലുള്ളൊരു സ്ഥലത്തൊക്കെ ആളുകൾ താമസിക്കുന്നു എന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. ഇവിടെ അതുപോലെ മറ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റുകളും ഓലയും ഒക്കെ വെച്ച് മറ്റൊരു കുടിലുണ്ട്. ഇതിനകത്താണ് യശോദമ്മ താമസിക്കുന്നത്. യശോദമ്മയ്ക്ക് എല്ലുകൾ നുറുങ്ങുന്ന ഒരു അസുഖം കൂടിയുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് അവർക്ക് നല്ലൊരു വീടുണ്ടായിരുന്നു, ഓടുമേഞ്ഞ ഒരു വീടുണ്ടായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ അത് നിലംപൊത്തിയതാണ്. അവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതാണ്. അതിനുശേഷമാണ് ഈ 2 ഓലക്കുടിലുകൾ വെച്ച് അവർ താൽക്കാലികമായി കയറി താമസിച്ചത്. പക്ഷെ 1 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കൃത്യമായ ഒരു വീടുണ്ടാക്കി നൽകാനോ അല്ലെങ്കിൽ അവർക്കൊരു നടവഴി മാത്രമാണുള്ളത്. എല്ലുനുറുങ്ങുന്ന അസുഖമുള്ള യശോദാമ്മയ്ക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോ ഒരു വീട്ടിലേക്കുള്ള വഴികളില്ല എന്നൊക്കെ പറയുന്നത് തന്നെ എത്ര വിഷമകരമാണെന്ന് നമുക്കറിയാം. നടവഴിയുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരാളെ, ഇത്രയും പ്രായമുള്ള ഒരാളെ ഒരു വാഹനം വന്ന് കൊണ്ടുപോകാൻ, ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പൊ യശോദമ്മയോട് നമുക്ക് ഒരു വിഷമം ചോദിച്ചു നോക്കാം. അമ്മ സംസാരിക്കും. അമ്മ അപ്പൊ 1 വർഷമായില്ലേ വീട് ആയി? പറഞ്ഞോ, വിഷമിക്കണ്ട, പറഞ്ഞോ. എനിക്ക് പറയാൻ തന്നെ കഴിയുന്നില്ല മോളെ. 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. മഴയെല്ലാം വരുമ്പോ എങ്ങനെയാ അമ്മയുടെ താമസിക്കുന്നത്? വിധി തടുക്കാൻ കഴിയാ, വിധിന്ന് അണക്കൂട്ടി നിൽക്കുന്നു. ചുമര് പോലും അല്ല, ചുറ്റും ഓല കൊണ്ട് മേഞ്ഞൊരു സ്ഥലമാണ്. നമുക്കിപ്പോ ഈ ചൂടുകാലമൊക്കെ തുടങ്ങിയതോടുകൂടി പാമ്പുകൾ മാളം വിട്ട് വരുന്നതും പല അപകടങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ എത്രമാത്രം നല്ല വീട്ടിലാണെങ്കിലും നമ്മൾ സമാധാനത്തോടെ കിടന്നുറങ്ങാറില്ല. അവിടെയാണ് ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കേണ്ടി വരുന്ന യശോദമ്മയുടെ ഏറ്റവും വലിയ സങ്കടം നമുക്ക് കേൾക്കേണ്ടി വരും. വലിയ വീട് തന്നെ ഉണ്ടായിന്, പക്ഷെ വീട് കട്ടപ്പര പണ്ടത്തെ വീണ് കൊഴിഞ്ഞു, അത്ര തന്നെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്രയും മെലിഞ്ഞിരിക്കുന്ന ഒരു ആരോഗ്യം എന്ന് പറയാൻ യശോദമ്മേനെ കാണുമ്പോൾ നമുക്കില്ല. ഈ അസുഖം വന്നിട്ട് എത്ര കാലമായി അമ്മ? എല്ലുപൊടിയുന്ന അസുഖം എത്ര കാലമായി? 2-3 കൊല്ലത്തോളായി തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല മോളെ, ഓർമ്മയുടെ ഉണ്ട്. എങ്ങനെ ഇപ്പൊ ആശുപത്രിയിലേക്കൊക്കെ എങ്ങനെ പോകുന്നു? കൈ പിടിച്ചിട്ടും കാല് പിടിച്ചിട്ടുള്ള തന്നെ ആരോഗ്യ സഹായത്തിൽ തന്നെ പോകുന്നു. പിന്നൊന്നും വടിയതല്ലേ ഒരു സഹായം തന്നെ. മരുന്ന് കഴിക്കാനുണ്ടോ എല്ലാ ദിവസവും? അതല്ലേ പാത്രം നിറച്ച് മരുന്നതാ, അത് എന്ന് തിന്നിട്ടില്ലെങ്കിൽ അത് തിന്നു. അപ്പോ അമ്മയ്ക്ക് ഇനിയിപ്പോ ഒരു വഴി വേണം അല്ലെ? ശരിക്കും വീട്ടിലേക്ക് ഒരു വഴി വേണം, ഒരു വീട് വേണം. രണ്ടും വേണം. രണ്ടും ഞാൻ വിചാരിച്ചാവില്ലല്ലോ മോളെ. കരയണ്ട, യശോദമ്മയോട് അധികം സംസാരിക്കാൻ പറ്റില്ല. കാരണം വലിയ സങ്കടം തന്നെയാണ് അമ്മയ്ക്കുള്ളത്. നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും കണ്ണു നിറയാണ്. അങ്ങനെ ഒരുപാട് വേദനകൾ കാണിച്ചു തന്നതിനെ കൊണ്ട് കാര്യമില്ല. ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. വി കുഞ്ഞികൃഷ്ണൻ MLA ഇന്ന് കാണാൻ വന്നിരുന്നു. ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബം ഉള്ളത്. ഏറ്റവും വേദനയുള്ള എന്നാൽ ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ യശോദമ്മയുടെ കുടുംബത്തിൻ്റെതുമായിട്ട് പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ KN വർഷ.